വാങ്കുളിക്കണ കേട്ടാ. നിന്റെ കന്ത് ഒസാത്തി പണ്ട് നേരജവേ സുന്നത്തിയാത്തിൻ്റെ തിളപ്പാണ് നിനക്ക്. വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്യാം. ഒസാത്തിയെ വിളിച്ചാൽ മതി. രണ്ട് റക്അത്ത് സുബഹി നമസ്കാരം മൗമുമായി അള്ളാഹുവിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. അഊദു ബില്ലാഹി മിൻ ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പശുവിനെ കുത്തിക്കാൻ ഡോക്ടർ ഇപ്പോൾ വരും. ആ ശരി ശരി. ഓ കടയിൽ വാപ്പാണ്, ഞാൻ ഇച്ചിരി ലേറ്റാവും. ഓ ഏയ് എന്നാ പിന്നെ വിളിക്കാം. ഹലോ. ആ ഓമൻ ചേച്ചി. ആ ആ ആ ആ ഞാൻ വന്നേക്കാം. ശരി. ആ ഓമന ചേച്ചിയെ വിളിച്ചത്. ഉമ്മയ്ക്ക് തീരെ വയ്യ. അവരവിടെ അങ്ങ് നിർത്താൻ പറ്റൂല. നിങ്ങൾ വന്നാലും ഇല്ലെങ്കിലും എനിക്ക് പോകണം. വാപ്പ കടയിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. സൂക്കേടാന്ന് പറഞ്ഞ് കണ്ട ഭ്രാന്തി മരയ്ക്കാത്തികളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ഓ ഒന്നിൻ്റെ അഹങ്കാരം തന്നെ സഹിക്കാൻ വയ്യാണ്ടിരിക്കുക. അടുത്ത ആഴ്ച നിൻ്റെ കൊച്ചിൻ്റെ മാർക്ക് കല്യാണമല്ലേ, ബന്ധുക്കളൊക്കെ വരുന്നതല്ലേ. പഴയ പോലെ നിൻ്റെ മന്ദബുദ്ധിത്തരമൊന്നും കാണിച്ചേക്കരുത്. നിക്ക് പോണ വഴി മലപ്പുറം ഉപ്പുപ്പാടെ ദർഗയിൽ കയറി തിരിയും കത്തിച്ച് ഫാത്തിക ഓതിയിട്ട് വേണം പോകാൻ. ചെറുക്കൻ്റെ മാർക്കത്തിലൂടെ ഞാൻ നേർന്നതാ. തിരിച്ചു വരുമ്പം പോരെ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب بسم الله الرحمن الرحيم قل هو الله എന്ത് പണിയാ കാണിക്കുന്നത്? ഇങ്ങോട്ട് വാങ്ങിക്കോട്ടെ. വീട്ടിൽ പോവാ. വെള്ളിയാഴ്ച ബാപ്പയുടെ ആണ്ട് നേർച്ചയ്ക്ക് എല്ലാവരും വിളിച്ചോ? ആട് ബിരിയാണി മതി. ഷാനു എവിടെ?
2 ദിവസമായിട്ട് ഇങ്ങനെയാണ്. എപ്പോഴും ആണ്ട്, ഷാനു, ബിരിയാണി, ഫാത്തിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അടുത്ത വെള്ളിയാഴ്ച വാപ്പയുടെ ആണ്ട. എല്ലാവരും വിളിച്ച് നടത്താമെന്ന് ഷാനു പറഞ്ഞു. എന്നാൽ ഈ ചെറുക്കൻ എന്ത് പണിയാണ് കാണിച്ചത്? വയ്യാത്ത ഉമ്മനെ ഒറ്റയ്ക്കാക്കിയിട്ട്. പിന്നെ അകത്തേക്ക് പോകാം. അവൻ പോയിട്ട് കുറെ കാലം ആയില്ലേ? നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോ. എനിക്ക് ഉമ്മാനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ പറ്റില്ല. അങ്ങോട്ട് കൊണ്ടല്ലണ്ടാന്ന് നിങ്ങളുടെ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ചെറുമോന്റെ കാര്യമുണ്ട്, പിന്നെ നോക്കാതിരിക്കാനും പറ്റില്ല. ഷാനു നിന്നെങ്ങാനും വിളിക്കാറുണ്ടോ? ഇല്ല. പിന്നെ ആ പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. ബാപ്പ മരിച്ചതിൻ്റെ പൈസ കിട്ടാനേ എന്തോ ഒപ്പിട്ട് കൊടുക്കണമെന്ന് മെമ്പർ വന്ന് പറഞ്ഞേച്ചും പോയായിരുന്നു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, വൈകിട്ട് വരാം. ശരി. ബാപ്പ കടയിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. പിടിക്ക. അടുത്ത ആണ്ടിനെ മഹല്ല് മുഴുവൻ വിളിച്ച് വീട്ടിൽ തന്നെ റാത്തി നടത്തി എല്ലാവർക്കും ബിരിയാണി കൊടുക്കണം. ശരി ഉമ്മ, അടുത്ത ആണ്ട് രണ്ടാരും വിളിക്കാം. المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അത്തോണ ഈ ചെറുകടിയിലൊന്നും തീരില്ല കേട്ടോ. ദുആ ചെയ്ത് എല്ലാം ഹയറാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കൊടുക്കണം. എന്താ പാപ്പ എന്ന് പിടിക്കും. ഷാനുവിന് തീവ്രവാദികളായിട്ട് ബന്ധമുണ്ടെന്ന് വാർത്ത വന്നേക്കും. ഇതിലാരാ നസീർ? ഞാനാ സാർ. കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. വാ, ഇയാളെ വണ്ടി കയറ്റി. ഷാനവാസിനെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർക്കാൻ ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ സഹായം. പാപ്പ കടലിൽ പോയി കിട്ടുന്ന ആശ കൊണ്ടാണ് സാർ പഠിപ്പിച്ചത്. ജോലി കിട്ടാനോ? കോളേജിൽ പഠിത്തം തീരുന്നതിന് മുമ്പ് അവന് ജോലി കിട്ടി സാർ. വാപ്പ നിങ്ങളെ പഠിപ്പിച്ചില്ലേ? പറയണോ? 10ാം ക്ലാസ് വരെ പഠിച്ചു. എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ പെൺപിള്ളേർ പ്രായമായ പെട്ടെന്ന് കെട്ടിച്ചുവിടും സാർ. അതുകൊണ്ടാണ് വാപ്പ എന്നെ. ഈ ഭർത്താവിന്റെ വീട്ടുകാരായിട്ട് നല്ല രസത്തിലല്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല സാർ. കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? കാര്യങ്ങൾ പറയാം. ഞങ്ങൾ പാവപ്പെട്ടവരാണ് സാർ. എന്നെ കെട്ടുമ്പോൾ മച്ചാക്ക് എന്നെക്കാളും ഒരുപാട് പ്രായം ഉണ്ടായിരുന്നു. പിന്നെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ വന്നത്. ഇപ്പോ
ജോലിയുണ്ടോ? വാപ്പയുടെ കൂടെ കടയിൽ പോവും. വാപ്പയുടെ കൂടെ കടയിൽ പോവും. നിങ്ങൾ കുറച്ചു നേരം പുറത്തിരിക്കണം. ഉമ്മയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഉമ്മയ്ക്ക് സുഖമില്ല സർ. എങ്ങനെ ചോദിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഓ, എത്ര കാലമായി അവർക്ക് തുടങ്ങിയിട്ട്? ഞങ്ങളുടെ കൊച്ചിലെ മുതൽ ഉമ്മയ്ക്ക് ഇങ്ങനെയാണ്. വാപ്പ കടലിൽ പോയിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ ഉമ്മയ്ക്ക് വലിയ വെപ്രാളമാണ്. വാപ്പ മരിച്ചതിന് ശേഷമാണ് ഇത്രയും കൂടിയത്. ഉമ്മ ഇരിക്കും. ഉമ്മ എന്തിനായിരുന്നു മോനെ ജോലി കൂടെ ജോലി ചെയ്യുന്നൊരു പെൺകുട്ടിക്കാരെ പിടിച്ചു. അങ്ങനെയൊന്നുമല്ല സർ. എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇല്ല, അവന് പ്രൊമോഷൻ കൊടുത്ത് ഓഫീസിൽ പിടിച്ചു. ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ സർ. എന്നിട്ട് വേറെ ജോലിയൊന്നും നോക്കാതെ ഭീകരവാദിയായിട്ട് മനുഷ്യന്മാരെ പോലെ നടക്കും അല്ലേ? സത്യം പറയും. ജോലി പോയതോടെ അവൻ വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. അപ്പോഴാണ് വാപ്പ കടലിൽ പോയിട്ട് കാണാതായത്. വാപ്പയുടെ മയ്യത്ത് തന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഇവൻ ഈ വീട്ടിലിരുന്നിട്ട് എന്തുവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യമൊന്നും ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി. 5 നേരമൊക്കെ പോകാൻ തുടങ്ങി. നിങ്ങളുടെ വീട്ടിൽ പരിചയമില്ലാത്ത ആൾക്കാർ, പ്രത്യേകിച്ച് ഈ മുസ്ലിം മത പണ്ഡിതന്മാർക്ക് വരാറുണ്ടായിരുന്നു അല്ലേ? ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് അബൂബക്കർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അയാളുടെ കൂടെയാണ് ജോലിയൊക്കെ അന്വേഷിച്ചാണ് അവൻ പോയത്. പോയിട്ട് ഒരു മാസമല്ലേ? ആ ശരി സാർ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ നാസർ, എന്താ പേര്? നസീർ. നസീറിനെ വിളിക്കും. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ധാരാളം പേര് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും യമനിലും എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ NIA പറഞ്ഞിട്ടില്ലേ? എന്താ അതൊന്നും അവർക്ക് എവിടെ പോയേ? ആട് മേയ്ക്കാൻ പോയതാണോ? ആർക്കാ അറിയാത്തത്? അവരെല്ലാം ICCയിൽ ചേർന്നു. എന്താ കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നില്ലേ? ലോകത്തെന്ത് നടന്നാലും അതിന് നടുവിൽ കുറേ മലയാളികളെ പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. NIAയും മാധ്യമങ്ങളും ഒക്കെ തട്ടിവിടുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരെക്കുറിച്ച് എന്തു പറയാനാണ്? നോക്കൂ, IS എന്നൊരു സംഘടന നിലവിലുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? എവിടെയാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്? ആരാണ് അതിൻ്റെ നേതാവ്? എന്താണ് അതിൻ്റെ ഓപ്പറേഷൻ എന്നൊക്കെ നമുക്കറിയാമോ? ഇല്ലല്ലോ. ഇതുപോലെ തന്നെയാണ് ലവ് ജിഹാദ് പോലെ അടുത്തിടെ വന്നിട്ടുള്ള ചില കപടമായ പ്രയോഗങ്ങളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വാലേക്കും അസ്സലാം. ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടാൻ്റെ അടുക്കലോട്ടാണ് ഞാൻ അവനെ അയച്ചത്. എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി വല്ല രാഷ്ട്രീയ വൈരാഗ്യമാണോന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഈ കാലത്തിപ്പം മേത്തന്മാരെ തീവ്രവാദികളാക്കാൻ എളുപ്പമാണല്ലോ.
നമ്മുടെ സമുദായത്തിൽപ്പെട്ട പയ്യനായതുകൊണ്ടാണ് ഞാൻ അവനെ സഹായിച്ചത്. നിങ്ങളിങ്ങനെ വീട്ടിൽ കയറി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ പോലീസുകാർ എന്നെ സംശയിക്കും. എനിക്കൊരു കുടുംബമുള്ളതാണ്. ഇല്ല, അവൻ എന്നെ ഒറ്റയ്ക്കാക്കി എവിടെ പോയില്ല. എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ ചായ കുടിച്ചിട്ട് വീട്ടിലോട്ട് പോകും. അതായത് കുസുമാലി മനോഹാരിണി ശ്രീപാദം പൂജം പവതമ്പി മൂല്യ കത്തിമോഹൻ സൂർദയം രവിശന്തി വക്ത മന്ത്രം മന്ത്രായ പ്രതിഷ്ഠ തമ്പി கொஞ்சம் கிட்டவாங்க முதல்ல அந்த பந்தம் ஒழிஞ்சுதான் ஆகணும். அப்படிதான் தேவி சொல்லி இருக்கு. இல்லைன்னா குடும்பம் சன்னா பின்ன ஆயிடுவேன். அதுதான் தேவி சொல்லி இருக்கு. ഒരാഴ്ചക്കകത്ത് ഭാര്യയുടെ ബന്ധം വേർപെടുത്തണം, അല്ലെങ്കിൽ കുടുംബം നശിക്കുന്നാണ് അമ്മ പറയുന്നത്. കേട്ടോ, സാറിന് ലിസ്റ്റ് ഉണ്ട്. കഴിഞ്ഞോടാ ആ ഇവിടെയെങ്ങും ഒന്നുമില്ല സാറേ. ഞങ്ങൾ കൂടെ ഒന്ന് വലിച്ചത് അങ്ങോട്ടേക്ക്.
വാ നോക്കാം. ജിഹാദോ ഹിജറയോ ഒന്നും നേരിട്ട് പ്രബോധനം ചെയ്തില്ലെങ്കിലും സലഫിസം പഠിപ്പിക്കുമ്പോൾ അതിനായിട്ട് പാഠശാലകൾ സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ തീവ്രവാദം പ്രചരിപ്പിക്കുകയല്ലേ. ഇന്ത്യയുടെ മുസ്ലിം പാരമ്പര്യം എന്താണ്? സുന്നി സൂഫി പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിലേക്ക് വഹാബി സംസ്കാരം കെട്ടിയിറക്കാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നത്. അതിനെതിരെ നല്ലവരായിട്ടുള്ള സാധാരണക്കാരായ വിശ്വാസികളായ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണം. നല്ല മുസ്ലിങ്ങൾ, ചീത്ത മുസ്ലിങ്ങൾ, സാധാരണക്കാർ, തീവ്രവാദികൾ, ഇത്തരം വിഭജനങ്ങളിൽ തന്നെ കൃത്യമായ രാഷ്ട്രീയം ഉള്ളതാണ്. ഇത് വേണ്ട, ഷാനുവിനോടൊന്ന് തിരിച്ചു വരാൻ പറഞ്ഞാൽ മതി. ഷാനവാസ് എൻ്റെ സുഹൃത്തിൻ്റെ അടുക്കൽ നിന്നും മറ്റാരുടെ കൂടെ പോയതായാണ് അറിയുന്നത്. ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പാപ്പായുടെ കോമ്പൻസേഷൻ ഫയലിൽ പഞ്ചായത്ത് മെമ്പർ ഇടപെട്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ കുട്ടിയെ വിട്ടുകിട്ടാനായി ഇപ്പോൾ കേസ് കൊടുത്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ജമാഅത്തും നാട്ടുകാരും എതിരായ സ്ഥിതിക്ക് ഉമ്മയെയും കൊണ്ട് തമിഴ്നാട്ടിലെ ആറ്റിങ്കര പള്ളിയിലേക്ക് പോകുന്നതാണ് നല്ലത്. തായുടെ ശക്തി കൊണ്ട് ഉമ്മയുടെ രോഗത്തിനും ശമനം വരും. ഷാനവാസ് തിരിച്ചു വന്ന് തെറ്റുകാരനല്ലെന്ന് തെളിയിക്കുന്നത് വരെ നിങ്ങൾക്ക് അവിടെ കഴിയാം. അവിടെ പള്ളി ട്രസ്റ്റിൻ്റെ പ്രവർത്തകൻ സുബൈർ എൻ്റെ സ്നേഹിതനാണ്. എൻ്റെ പേര് പറഞ്ഞ് അയാളെ കണ്ടാൽ വേണ്ട സഹായങ്ങൾ ചെയ്തു തരും. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മാത്രം ഞാൻ തരുന്ന നമ്പറിൽ ബൂത്തിൽ നിന്നും വിളിക്കണം. മൊബൈലൊന്നും ഉപയോഗിക്കേണ്ട. ഷാനവാസിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ നേരിട്ട് അവിടെ വന്ന് അറിയിക്കാം. എന്ന് അബൂബക്കർ. Gracias.